സർക്കാരും ആസൂത്രിതമായി അട്ടിമറിച്ചിരിക്കുകയാണ്. ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-നും LDF-നും വൻ പരാജയം ഉണ്ടാകുമെന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യ വിരുദ്ധമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആരംഭത്തിൽ തന്നെ CPM-ഉം LDF സർക്കാരും തയ്യാറായത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത രീതിയിലാണ് വാർഡ് വിഭജനത്തിലും അതേപോലെ തന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കിയതിലും ഗുരുതരമായിട്ടുള്ള കൃത്രിമം കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതൃത്വവും ഇലക്ഷൻ കമ്മീഷനും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട്. CPM ഓഫീസിൽ നിന്ന് നൽകിയ രാഷ്ട്രീയ ഭൂപടത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. വാർഡ് വിഭജനത്തിന് നേതൃത്വം നൽകിയത് CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാർ, ഏരിയ സെക്രട്ടറിമാർ, അതേപോലെ ലോക്കൽ സെക്രട്ടറിമാർ ഇവർ ചേർന്നിട്ടാണ് വാർഡ് വിഭജനത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയത്. ഇവർ തയ്യാറാക്കിയ രൂപരേഖ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ഈ കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഇലക്ഷൻ കമ്മീഷൻ എന്താണോ ഉറപ്പ് നൽകിയത് ആ ഉറപ്പുകളെല്ലാം തന്നെ നഗ്നമായിട്ട് ലംഘിച്ചിരിക്കുകയാണ്. വോട്ടർ പട്ടികയിലെ കൃത്രിമവും അതേപോലെ തന്നെ വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയതയും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 14 ജില്ലകളിലും നടപ്പാക്കിയിട്ടുണ്ട്. CPM-ന് വിജയിക്കാൻ ഉതകുന്ന രീതിയിലാണ് അശാസ്ത്രീയമായിട്ടുള്ള വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. CPM-ന്റെ വിജയം ഉറപ്പുവരുത്തുകയും BJP-യുടെ NDA-യുടെ പരാജയം ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ടുള്ള വാർഡ് വിഭജനമാണ് നടത്തിയിട്ടുള്ളത്. വാർഡ് വിഭജനത്തെക്കുറിച്ച് പരാതികൾ പരിഹരിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഡീലിമിറ്റേഷൻ കമ്മിറ്റി അത് കേവലം പ്രഹസനമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ വാർഡ് വിഭജനത്തിനെതിരായിട്ട് ഏതാണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരു 5000-ത്തിലധികം പരാതികൾ ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്. നിയമപരമായിട്ട് ഓരോ പരാതിയെക്കുറിച്ചും അന്വേഷിക്കാൻ കമ്മീഷൻ ഉദ്യോഗസ്ഥനെ നിയോഗിക്കണം. ആ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം, റിപ്പോർട്ട് തയ്യാറാക്കണം, അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിക്കും. ആ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പരാതിക്കും തീർപ്പ് കൽപ്പിക്കണം. അനുകൂലമായാലും പ്രതികൂലമായാലും ആരാണോ പരാതി നൽകിയത് അവർക്ക് ഡീലിമിറ്റേഷൻ കമ്മീഷൻ മറുപടി നൽകണം. എന്നാൽ ഈ സംസ്ഥാനത്തിലുടനീളം ഡീലിമിറ്റേഷൻ കമ്മീഷന് മുമ്പാകെ വന്ന പരാതികളിൽ 10% പരാതികളെക്കുറിച്ച് മാത്രമാണ് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത്. ആ 10% പരാതികളിൽ 2% പരാതികൾ റിപ്പോർട്ട് മാത്രമാണ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മുന്നിലുണ്ടായിരുന്നത്. പരാതികളിൽ കേവലം 1% പോലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല, പരാതിക്കാർക്ക് ആർക്കും തന്നെ ഒരു മറുപടിയും ഡീലിമിറ്റേഷൻ കമ്മിറ്റി നൽകിയില്ല. കാരണം ഈ പരാതിയെക്കുറിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അന്വേഷിക്കുക,
പരാതിക്കാരുടെ ഭാഗം കേൾക്കുക, എന്നിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുക, അത് സമർപ്പിക്കുക, അത് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം, അതിന് മറുപടി പരാതിക്കാർക്ക് നൽകുക. ജനാധിപത്യപരമായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള ഇതെല്ലാം തന്നെ ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റി നഗ്നമായിട്ട് ലംഘിച്ചു, അട്ടിമറിച്ചു. ഇത് CPM-ന്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ കമ്മീഷൻ. CPM-ന്റെയും ഗവൺമെന്റിന്റെയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡീലിമിറ്റേഷൻ കമ്മിറ്റി കേവലം നോക്കുകുത്തിയായിട്ട് മാറിയത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നുള്ള ആരംഭത്തിൽ തന്നെ അട്ടിമറിച്ചു എന്നുള്ളത് ഉള്ള ആരോപണത്തിന് അടിസ്ഥാനപരമായ കാരണം ഇതാണ്. അഡ്രസ് ചെയ്തില്ല, പരാതി പോലും അഡ്രസ് ചെയ്തില്ല. കാരണം പരാതിയെ സംബന്ധിച്ച് അന്വേഷിച്ചാൽ, അതിനുവേണ്ടി ഹിയറിംഗ് നടത്തിയാൽ, മറിച്ചൊരു തീരുമാനം ഈ ഡീലിമിറ്റേഷൻ ഒരിക്കലും പ്രാവർത്തികമാക്കാൻ കഴിയില്ല. അതായത് ഡീലിമിറ്റേഷൻ നടത്താൻ എന്താണോ നിയമം അനുശാസിക്കുന്നത് അതൊക്കെ നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ സെക്രട്ടറിമാർ ഈ കരട് വിഭജനം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഒരു വേദിയിലും ഇത് ചർച്ച ചെയ്യാൻ പറ്റില്ല. നിരവധി ഉദാഹരണങ്ങൾ ഞങ്ങൾക്കുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഈ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കും. എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ഇത് കേരളത്തിലെ ഈ വാർഡ് വിഭജനത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം. അതിൻ്റെ അശാസ്ത്രീയത പുറത്തു കൊണ്ടുവരണം. എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതായത് ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം. ഒരു ഗ്രാമപഞ്ചായത്ത്, ആ പഞ്ചായത്തിലെ ആകെ വോട്ട് ഹരിക്കണം ആകെ വാർഡ്. ഇതാണ് ഒരു വാർഡിലെ വോട്ടർമാരുടെ എണ്ണം. അതിന് കുറഞ്ഞ വോട്ടർമാർ, കൂടുതലുള്ള വോട്ടർമാർ, അതും നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. പക്ഷേ ചില വാർഡുകളിൽ 16,000 വോട്ട്, ചില കോർപ്പറേഷൻ വാർഡുകളിൽ 16,000 വോട്ട്, അതേ കോർപ്പറേഷൻ ചില വാർഡുകളിൽ 2,500 വോട്ട്. എങ്ങനെ സംഭവിക്കുന്നു? ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ പൂന്തുറ വാർഡിൽ ഒരു ഉദാഹരണം ഞാൻ ധാരാളം ഉദാഹരണങ്ങളുണ്ട്, ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ ജില്ലകളിൽ സംഭവിച്ച് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പൊ പൂന്തുറ വാർഡിൽ 14,460 വോട്ടാണ് പൂന്തുറ വാർഡിലുള്ളത്. എന്നാൽ പാപ്പനംകോട് വാർഡിൽ 2,968 വോട്ടാണ്. എന്താ ഇതിന് മാനദണ്ഡം? ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചു. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിജയിക്കാൻ പറ്റുന്ന രീതിയിലാണ് വിഭജനം നടത്തിയത്. ഇതിൽ പ്രകൃതിദത്തമായിട്ടുള്ള അതിരുകൾ ഒന്നും തന്നെയില്ല. അതാ ഞാൻ പറഞ്ഞ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലുള്ളൊരു തെരഞ്ഞെടുപ്പ് അട്ടിമറി മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല. ഇനിയും എത്രയൊക്കെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിരവധി ഉദാഹരണങ്ങൾ ഇപ്പൊ VV രാജേഷിനും അതുപോലെ JR പത്മകുമാറിനും പറയാൻ സാധിക്കും. അവർ പറയും. ഇതേപോലെ തന്നെ കോഴിക്കോട്, ഞാൻ വേറൊരു കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ BJPയുടെ വാർഡ് 38-ാം വാർഡ് പന്നിയങ്കര വാർഡ് BJPയുടെ വാർഡാണ്, ജയിച്ച വാർഡാണ്. പക്ഷെ ഇപ്പൊ വോട്ടർ പട്ടികയിൽ പന്നിയങ്കരയിൽ നിന്നും അകലത്തുള്ള മീൻചന്തയിലെ ഏതാണ്ട് 3/4 വോട്ടർമാരെ BJP വിജയിച്ച വാർഡിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിനാ? ഈ പന്നിയങ്കര വാർഡ്, മീൻചന്ത വാർഡും BJPയുടെ വാർഡാണ്, പന്നിയങ്കര വാർഡും BJP വിജയിച്ച വാർഡാണ്. ഒരു സ്ഥലത്തേക്ക് പന്നിയങ്കര വാർഡിൽ നിന്ന് BJPയുടെ പരാജയം ഉറപ്പുവരുത്താൻ, അവിടെ CPM-ന് ജയിക്കാൻ, അവിടെ നിലവിലുള്ള 4/3 വോട്ടർമാരെ പന്നിയങ്കര വാർഡിലേക്ക് മാറ്റിയിരിക്കും. എന്ത് ശാസ്ത്രീയതയാണുള്ളത്? ഒരു ശാസ്ത്രീയതയുമില്ല. ഇപ്പം ഒന്ന് വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയത, ഇതേപോലെ തന്നെ
വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ അതിലും കൃത്രിമമുണ്ട്. ഞങ്ങൾ ഇതേപോലെ തന്നെ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ കൊടുമ്പ് പഞ്ചായത്തിൽ വാർഡ് 7-ലെ 550 വോട്ടുകൾ, അത് 50 വോട്ടുകൾ കൊടുമ്പ് പഞ്ചായത്തിൽ 7-ാം വാർഡിൽ 50 വോട്ടുകൾ 8-ാം വാർഡിലേക്ക് മാറ്റി. 50 വോട്ട് എന്ന് പറഞ്ഞാൽ വാർഡ് 7 താമസിക്കുന്ന 50 ആളുകളെ തൊട്ടടുത്ത വാർഡിലേക്ക് മാറ്റി. എന്നിട്ടോ വാർഡ് 2-ൽ വളരെ അകലത്തിൽ പാലക്കാട് ജില്ലയിലെ കൊടുമ്പ് പഞ്ചായത്തിൽ വളരെ ഈ 2-ാം വാർഡിലെ 250 വോട്ടുകൾ വളരെ അകലെയുള്ള 4-ാം വാർഡിലേക്ക് മാറ്റി. ഈ 4-ാം വാർഡും 2-ാം വാർഡും കുടുംബ പഞ്ചായത്തിലെ 4-ാം വാർഡും 2-ാം വാർഡും തമ്മിൽ കിലോമീറ്ററുകൾ അകലമുണ്ട്. എന്നിട്ടാണ് ഈ 2-ാം വാർഡിലെ 250 വോട്ടുകൾ 4-ാം വാർഡിലേക്ക് മാറ്റുന്നത്. വീട് 2-ാം വാർഡിൽ തന്നെ, വോട്ട് 4-ാം വാർഡിൽ. ഞാൻ സൂചിപ്പിച്ചത് ഇത് പാൻ കേരളയാണ്, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ മറ്റൊരു അട്ടിമറി ഞങ്ങൾ ആരോപിക്കുന്നത്, വളരെ ഗുരുതരമായ ഒരു ആരോപണം ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ കരട് വോട്ടർ പട്ടിക ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഈ വോട്ടർ പട്ടിക ചോർന്നിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഔദ്യോഗികമായിട്ട് കരട് വോട്ടർ പട്ടിക ലഭിക്കുന്നതിന് മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ വോട്ടർ പട്ടികയുടെ കോപ്പി കിട്ടിയിട്ടുണ്ട്. നാദാപുരത്തും അതുപോലെ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തും ചാത്തമംഗലം, ഈ 2 പഞ്ചായത്തുകളിൽ ഈ വോട്ടർ പട്ടിക ചോർന്ന് പുറത്തു വന്നു. ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഇത് വ്യാപകമായിട്ട് എല്ലാവരുടെ അവിടെ CPM-ന്റെ കയ്യിൽ കിട്ടി പുറത്തു വന്നു. ഇത് നാദാപുരം പഞ്ചായത്തിലും ചാത്തമംഗലം പഞ്ചായത്തിലും മാത്രമുള്ള ആയിരിക്കില്ല. കരട് വോട്ടർ പട്ടിക ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഇതിന്റെ കോപ്പികൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെയുള്ള അട്ടിമറി കേരളത്തെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഭരിക്കുന്ന പാർട്ടിക്ക് ആദ്യം വോട്ടർ പട്ടികയുടെ കരട് വോട്ടർ പട്ടിക കിട്ടുക, കരട് കോപ്പി കിട്ടുക, ഇത് നമ്മൾ കേട്ടുകാളിമ പോലുമില്ല. മാത്രമല്ല, വോട്ടർമാരുടെ എണ്ണം ക്രമീകരിച്ചുകൊണ്ടാണ് വാർഡ് വിഭജനം നടത്തേണ്ടത്. എവിടെയും അത് നടന്നില്ല. ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ ചില സ്ഥലത്ത് 14,000, ചില സ്ഥലത്ത് 2,000. ഇത് കേരളത്തിലെ എല്ലാ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്ത് വാർഡുകളിലും നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഇപ്പോൾ കമ്മീഷൻ സർവകക്ഷി യോഗം വിളിച്ച സമയത്ത് BJP-യുടെ ഭാഗത്തു നിന്ന് ഈ കാര്യം നോക്കുന്ന ശ്രീ JR പത്മകുമാർ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ അശാസ്ത്രീയതയും അപാകതയും അക്കമിട്ടുകൊണ്ട് BJP പ്രതിനിധികൾ ആ യോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വാർഡ് വിഭജനത്തെ സംബന്ധിച്ച്, വോട്ടുകളിലെ കൃത്രിമത്തെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന്റെ അപ്രായോഗികതയെക്കുറിച്ച് ഇതെല്ലാം തന്നെ ആ യോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇലക്ഷൻ കമ്മീഷൻ തലകുലുക്കി സമ്മതിക്കുകയും ചെയ്തു. അടിയന്തരമായി ഇടപെടും, എല്ലാം പരിഹരിക്കും. ആ പറഞ്ഞതല്ലാതെ ഇതുവരെ ഒരു ഉറപ്പും പാലിച്ചിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ CPM കമ്മീഷനായിട്ട് അധപ്പതിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആരംഭത്തിൽ തന്നെ അട്ടിമറിക്ക് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ട്. ഇതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്, പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പങ്കുണ്ട്, ഇലക്ഷൻ കമ്മീഷന് പങ്കുണ്ട്. ഏതായാലും ഇതിനെതിരായിട്ടുള്ള ജനകീയ പോരാട്ടങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും. അതുപോലെ തന്നെ നിയമപരമായിട്ട് ഏതറ്റം വരെ പോകാൻ സാധിക്കുമോ അത് ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ജനാധിപത്യ കശാപ്പാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി ജനാധിപത്യ രീതിയിൽ നിയമപരമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നാൽ CPM-ന്റെയും LDF-ന്റെയും പരാജയം ഉറപ്പാണ് എന്ന് ബോധ്യം വന്നപ്പോഴാണ് ഈ അട്ടിമറിക്കവര് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇക്കാര്യം ജനങ്ങൾ മനസ്സിലാക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക. ഒരു
ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ജില്ലയിലെ ഒരു വോട്ടറാ JR പത്മകുമാർ. ഇദ്ദേഹത്തിന്റെ വോട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിലല്ല, വേറൊരു വീട്ടിലാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വീട്ടില് ഒരു 10-40 ആൾ പുതിയ വന്നിട്ടുണ്ട് കുടുംബാംഗങ്ങളായിട്ട്. ആ പിണറായി വിജയൻ ഞങ്ങളെ വീടുകളിലേക്ക് പുതിയ കുടുംബാംഗങ്ങളെ അയച്ചിരിക്കുക. കുടുംബത്തെ പോലും വിഭജിക്കുകയാണ് ഇവര്. ഈ കൃത്രിമ മാർഗത്തിലൂടെ വിജയിക്കാൻ വേണ്ടിയിട്ട് പല കുടുംബങ്ങളെയും വിഭജിച്ചു. അതുകൊണ്ട് ഈ അട്ടിമറിക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നു. നിയമപരമായ പോരാട്ടവും രാഷ്ട്രീയപരമായ പോരാട്ടവും ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് പിന്മാറി വളരെ സംശുദ്ധമായിട്ടുള്ള ഇലക്ഷൻ, പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ വാർഡ് വിഭജനത്തിലെ കൃത്രിമത്തിനും അതിൽ വോട്ടർ പട്ടികയിലെ കൃത്രിമത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെതിരായിട്ടും ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഈ സമയപരിധിക്കുള്ളിൽ ക്രമക്കേടുകൾ പരിഹരിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, വോട്ടർ പട്ടികയിൽ പുതുതായിട്ടുള്ളവരെ പേര് ചേർക്കാൻ സാധിക്കുമോ എന്ന് സംശയം. കാരണം ഇവിടെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരുടെ പേര് ചേർക്കാൻ അതിനും റെസ്ട്രിക്ഷൻ, നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. അതായത് ഒരാൾക്ക് 10 ആളെ വോട്ടേ ചേർക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു മൊബൈലിലൂടെ 10 വോട്ടേ ചേർക്കാൻ സാധിക്കും. ഈ 10 ഈ 10 പ്രത്യേകത? അർഹതപ്പെട്ട എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ചേർക്കുക എന്നുള്ളതിനല്ലേ ഇലക്ഷൻ കമ്മീഷൻ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ആവശ്യം എന്താ? മാത്രമല്ല ഫിസിക്കൽ ഹിയറിംഗ്, ഈ ഡിജിറ്റൽ യുഗം ഇത്രമാത്രം വികസിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുകയല്ലാതെ ഫിസിക്കൽ ഹിയറിംഗിന്റെ ആവശ്യം എന്താ? അതുകൊണ്ട് നിയന്ത്രണങ്ങൾ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതാ വലിയൊരു ഗൂഢാലോചന എന്ന് പറയുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന നിയന്ത്രണം, വാർഡ് വിഭജനത്തിൽ കൃത്രിമം, വോട്ടർ പട്ടിക തയ്യാറാക്കിയതിൽ കൃത്രിമം, ഒരു ആസൂത്രിതമായ അട്ടിമറിയാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഞങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് ഞങ്ങളെ നേതൃത്വം ആലോചിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് തീരുമാനമെടുക്കും പെട്ടെന്ന്. ഇവിടെ സൂചിപ്പിച്ച കേരളത്തിലെ എല്ലാ ലോക്കൽ ബോഡീസിലും ഈ വോട്ടേഴ്സ് ലിസ്റ്റ് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ പ്രകടമായ തിരുവനന്തപുരം ബേസ് ചെയ്ത് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരും ഇവിടെ ഉള്ള ആളുകളായതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കാം. 101 നമ്മുടെ കോർപ്പറേഷൻ്റെ വാർഡുകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. സത്യസന്ധമായി ജനഹിതം പ്രകടിപ്പിക്കാനൊരു അവസരമുണ്ട്. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയാം. ഞാൻ പട്ടം വാർഡിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, 17-ാം വാർഡിലായിരുന്നു. ഇപ്പോൾ 36-ാം വാർഡ് ഗൗരീശപട്ടം വാർഡിലാണ്. എൻ്റെ 4 പേരാണ് എൻ്റെ വീട്ടിൽ വോട്ടറായിട്ടുള്ളത്. എൻ്റെ വാർഡ് നമ്പർ 17, വീട്ട് നമ്പർ 28-17. 17-ാം വാർഡിൽ 28-17 എൻ്റെ വീട്ട് നമ്പർ. ഈ വീട്ട് നമ്പറിൽ ഞങ്ങൾക്ക് ആർക്കും വോട്ടില്ല. എൻ്റെ മകൻ്റെ ഒന്നാമത്തെ പാർട്ട് 3, ഈ ഗൗരീശപട്ടം വാർഡിലെ പാർട്ട് 3-ലെ 1-ാമത്തെ പേര് എൻ്റെ മകൻ്റെതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വോട്ടർ ലിസ്റ്റിൽ പേര് വരുന്നത് 923 അങ്ങനെ തുടങ്ങി പല സ്ഥലത്താണ്. അത് സാരമല്ല, ഒരു ബൂത്തിൽ തന്നെ. പക്ഷേ ഈ 17/28-17 എനിക്ക് വോട്ടില്ല. എന്നെ പെടുത്തിയിരിക്കുന്നത് 17/28-18 അവിടെ ഈ ഗൗരീശപട്ടം വാർഡിൻ്റെ പാർട്ട് 3-ൽ അവിടെ ക്രമ നമ്പർ 917 മുതൽ 943 വരെ ഒരേ വീട്ട് നമ്പറിലാണ്. ഇത് തന്നെയാണ്
ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഴുവൻ വാർഡുകളിലും ഓരോ വാർഡിലും 10ഉം 15ഉം 20ഉം ഓരോ വീട്ട് പേര് വ്യത്യാസമായിരിക്കാം, പക്ഷേ വീട്ട് നമ്പർ ഒന്നാണ്. ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഫാം 4ഉം ഫാം 5ഉം അനുസരിച്ച് ഡിലീഷനും ഇൻക്ലൂഷനൊക്കെ അവസരമുണ്ട്. ഡിലീഷൻ വേണമെങ്കിൽ ഞാൻ പരാതി കൊടുത്താൽ പോരാ, ഓരോ വോട്ടറെ കൂടെ ഒപ്പിടിച്ചതിന് ശേഷം മാത്രമേ പരാതി കൊടുക്കാൻ പറ്റൂ. അങ്ങനെ കൊടുത്താൽ ഇത് എത്ര ആളുകൾ വേണ്ടി വരും? എൻ്റെ വീട്ടിൽ ഉള്ള 23 പേരെ മാറ്റണമെങ്കിൽ ഞാൻ എത്ര ആളുകളെ കൊണ്ട് എത്ര ആപ്ലിക്കേഷൻ കൊടുക്കണം? ഇത് പ്രായോഗികമാവും? പ്രായോഗികമല്ല. അപ്പോൾ ഇത് പരിഹരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നടപടി സ്വീകരിക്കുക, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ. അതുപോലെ ഇത് നല്ലവണ്ണം ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് യഥാർത്ഥ ജനാധിപത്യം ജനഹിതം റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഇത് എല്ലാ സ്ഥലത്തും. ഞാൻ പറഞ്ഞത് 36ാമത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 36ാമത്തെ വാർഡിലെ 3ാമത്തെ പാർട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു പാർട്ടിൽ തന്നെ എത്രയോ തെറ്റുകൾ ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ എവിഡൻസ് ഉണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കാൻ ഉടനെ തന്നെ 7ാം തീയതി ഓഗസ്റ്റ് 7-ന് പരാതി കൊടുത്ത് പരിഹരിക്കാൻ പറ്റില്ല. ഇലക്ഷൻ കമ്മീഷൻ സുവോമോട്ടോ തന്നെ ഇലക്ഷൻ ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്ത് ഇത് സ്ക്രൂട്ടനൈസ് ചെയ്ത് പരിഹരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഡബിൾ വോട്ട് എല്ലായിടത്തും ഉണ്ട്, എല്ലാ സ്ഥലത്തും. അത് പരിഹരിക്കാൻ ഒരു മെക്കാനിസവും ഇല്ല. ഇലക്ഷൻ കമ്മീഷനുണ്ട്, പക്ഷേ നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് ഇത് ഒന്ന് ഫിൽട്ടർ ചെയ്യാനുള്ള സംവിധാനമില്ല. അപ്പോൾ ഇത് പരിഹരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ലീഗ് നിയമപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് രാജേഷ് സൂചിപ്പിക്കും. കേരള ഒരു പിക്ചർ തന്നു. രണ്ടാമത്തെ ഭാഗത്തിന്റെ ഒരു 3 പേപ്പറാണ് ഇരിക്കുന്നത്. രേവതി എന്നൊരു വീടുണ്ട്. വീടിന്റെ നമ്പർ TC 82/11-0. ഭാഗം നമ്പർ 2. അവിടെ രേവതി വീട്ടിൽ 24 പേരുടെ വോട്ടുണ്ട്. ഞാൻ 24 മാർക്ക് ചെയ്തു. മഹേഷ്, ധന്യ, മഹേഷിന്റെ അമ്മ, ഇവർ 3 പേര് മാത്രമേ അവിടെ താമസിക്കൂ. ബാക്കി 21 പേർക്കും കുന്നുകുഴി വാർഡിലും കണ്ണമൂല വാർഡിലും വോട്ടുണ്ട്. പലർക്കും കുന്നുകുഴിയിൽ വോട്ടുണ്ട്, കണ്ണമൂല വോട്ടുണ്ട്. ഇവരെ എന്ത് വളരെ ആലോചന നടത്തിയിട്ടാണ് ഒരു വീട്ടിൽ 24 വരെ വോട്ട് ചേർത്തിരിക്കുന്നു. 21 പേരും ആ വീട്ടിൽ താമസിക്കുന്നവരല്ല. ഈ കാര്യം ഇത് 2020 ഉണ്ടായിരുന്നു. ഇത് മൊബൈലിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതുൾപ്പെടെ ഇലക്ഷൻ കമ്മീഷണർ ഷാജഹാൻ സാറിനെ 1 വർഷം മുമ്പ് ഞാൻ നേരിട്ട് കണ്ട് ഇത് എൻ്റെ മൊബൈലിൽ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തതാണ്. 1 വർഷം മുമ്പ്. ഇതിപ്പോഴും അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത കോപ്പി എൻ്റെ മൊബൈലിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഹാർഡ് കോപ്പി എടുത്തിട്ടുണ്ട്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറോട് 1 വർഷം മുമ്പ് ഇതേ വോട്ടുകളുടെ കാര്യം ഞാൻ പറഞ്ഞാണ്. ഇപ്പോഴും അതവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഈ പ്രസ് മീറ്റ് കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ ഈ രേവതി പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നേരിട്ട് അറിയാൻ സാധിക്കും. ഇതാണ് ഇത് ഒരു ഉദാഹരണം. പിന്നെ കൃഷ്ണാജി പറഞ്ഞു, പത്മകുമാർജിയുടെ വീട്ടിൽ പത്മകുമാർജി അറിയാത്ത 10-13 പേരെ ചേർത്തിട്ടുണ്ട്. 23 പേരെ. JR പത്മകുമാർജിക്ക് അറിയില്ല ഇവരാരാണെന്ന്, പക്ഷെ അദ്ദേഹത്തിന്റെ TC നമ്പറിലാണ് ചേർത്തിരിക്കുന്നത്. വീട്ടുപേരിൽ ഒരു അക്ഷരം ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ രേവതി എന്നാണെങ്കിൽ രേവതി ഭവൻ എന്നാക്കും. രാഷ്ട്രീയമായിട്ട് പറയേണ്ടത്, ഇപ്പോൾ കൃഷ്ണാജി കേരളത്തിലെ പല ഉദാഹരണങ്ങൾ പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടി എന്തുമാത്രം ജനങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ടു എന്ന് അവർക്ക് തന്നെ ബോധ്യം വരുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജയിക്കാൻ വേണ്ടി ഈ വളഞ്ഞ വഴി സ്വീകരിക്കുക എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസത്തിലാണ്. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. മാധ്യമങ്ങളുടെയൊക്കെ വാർത്ത കൊടുത്ത ഒരു കാര്യം തന്നെയാണ് ആറ്റുകാൽ ക്ഷേത്രം. ആറ്റുകാൽ ക്ഷേത്രം ഇപ്പോൾ ആറ്റുകാൽ വാർഡിലില്ല. നിങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളായി വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ വാർഡുകളുടെയും കാര്യം പറയുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടെ പറയാം. നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഇരിക്കുന്ന വാർഡ്, അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർജി അവിടുത്തെ 2 വാർഡുകൾ ലീഡ് ചെയ്തു. അന്ന് വിഴിഞ്ഞം പോർട്ടിരുന്ന വാർഡിന്റെ പേര് മുല്ലൂര്, തൊട്ടടുത്തുള്ള വാർഡിന്റെ പേര് വെങ്ങാനൂര്. വെങ്ങാനൂരും മുല്ലൂരും രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്തിരുന്നു. ഇവര് ഒരു വിഭജനം നടത്തിയിട്ട് ഈ വാർഡുകളെയൊക്കെ തന്നെ കൂട്ടിക്കുഴപ്പിച്ചിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലാക്കി. എന്നിട്ട് ഇന്നലെ അവിടുത്തെ വാർഡിൽ ആൾക്കാരുമായിട്ട് ഇരുന്നപ്പോൾ വെങ്ങാനൂർ വാർഡിലുള്ളത് 4 ബൂത്തും 4400 വോട്ടും. അതിന്റെ തൊട്ടടുത്തുള്ള പോർട്ട് വാർഡ് അവിടെയുള്ള 11,852 വോട്ടും
9 ബൂത്ത്. അതായത് ഈ വെങ്ങാനൂർ ഈ പോർട്ട് വാർഡിൽ നിന്നും ഒരു 2 ബൂത്ത് എടുത്ത് വെങ്ങാനൂർ വാർഡിലോട്ട് മാറ്റിയാൽ പോർട്ട് വാർഡ് BJP ജയിക്കും. അപ്പോൾ BJPക്ക് വോട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും സാധ്യതയില്ലാത്ത ഒരു വിഭാഗം ജനങ്ങൾ താമസിക്കുന്ന 2 വാർഡൂടെ പോർട്ടിൽ നിലനിർത്തി. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ജനറൽ പ്രിൻസിപ്പിൾ എന്താണ്? 9,000 9,500 ആയിരിക്കണം സംഖ്യ. വീടുകൾ 4,000 4,500 ആയിരിക്കണം. അതിനെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് വെങ്ങാനൂർ വാർഡിൽ 4,400 കൊടുക്കുമ്പോൾ പോർട്ട് വാർഡിൽ 11,000 വോട്ടർമാർ. തൊട്ടടുത്തുള്ള ഹാർബറിൽ 7,331, വിഴിഞ്ഞത്ത് 13,184. ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ? അതോടൊപ്പം തന്നെ ആറ്റുകാൽ വാർഡിൽ പുത്തൻകോട്ട ശ്മശാനത്തിന്റെ ഭാഗത്ത് പൂന്തുറ ഭീമാപള്ളി ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരെ പുത്തൻകോട്ട ഭാഗത്ത് കൊണ്ട് ചേർത്തിട്ട് ഒരു ബൂത്തിൽ 30 മുതൽ 50 വരെ, അങ്ങനെ 8 ബൂത്ത് ആകുമ്പോൾ 400 വോട്ടുകൾ ആറ്റുകാൽ വാർഡിൽ പൂന്തുറ ഭീമാപള്ളി ഭാഗത്തു നിന്നുള്ള വോട്ടർമാരെ കൊണ്ടുവന്ന് സ്കാറ്റർ ചെയ്ത് CPM നേതാക്കന്മാരെ വീട്ടിൽ ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രത്തോളം നോക്കുകുത്തിയായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുമ്പിൽ ഇത്രത്തോളം നോക്കുകുത്തിയായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു സംശയം തോന്നുന്ന ഗോവിന്ദ മാഷാണോ ഇലക്ഷൻ കമ്മീഷണർ, ഷാജാൻ സാറാണോ ഇലക്ഷൻ കമ്മീഷണർ എന്നൊരു സംശയം തോന്നുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. മറ്റുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും വോട്ടർ പട്ടിക വെച്ചുകൊണ്ട് മത്സരിക്കേണ്ട എന്നുള്ള സന്ദേശമാണ് പരോക്ഷമായിട്ട് ഇവർ നൽകുന്നത്. നേരത്തെ ദാസേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പോൾ പഞ്ചായത്തിലെ വോട്ടർ പട്ടിക തീരുമാനിക്കുന്ന അവിടുത്തെ LC സെക്രട്ടറിയാണ്. മുനിസിപ്പാലിറ്റി കുറച്ചുകൂടെ വലിയ ഏരിയ ആയതുകൊണ്ട് ഏരിയ സെക്രട്ടറിയും, കോർപ്പറേഷനുകളിൽ CPMന്റെ ജില്ലാ സെക്രട്ടറിമാരും തീരുമാനിക്കുന്ന വോട്ടർ പട്ടികയും വാർഡ് വിഭജനമാണ് നടന്നിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് BJP ശക്തമായി ഞങ്ങൾ നിയമപോരാട്ടത്തിന്റെ പിന്നിലുണ്ട്, അതോടൊപ്പം തന്നെ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും. മറ്റൊന്ന്, ഒരു വാർഡിന് വേണ്ടി 100 വാർഡിനെയും വിഭജിച്ചത് എന്താണ്, അതിന്റെ ഗൂഢാലോചന എന്താണെന്ന് അന്ന് BJP പറഞ്ഞിരുന്നു. അതിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും? BJP ഇതിനെ സംബന്ധിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് സഭയെയും സഭാവിശ്വാസത്തെയും സംരക്ഷിക്കുക എന്നുള്ളതിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് നിയമപരമായിട്ട് എല്ലാ സംരക്ഷണവും ഉറപ്പു നൽകാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ശ്രീ അനൂപ് ആന്റണി നാളെ കാലത്ത് ഛത്തീസ്ഗഡിൽ എത്തും. സംസ്ഥാന സർക്കാരുമായി ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കും. അറസ്റ്റിലായിട്ടുള്ള കന്യാസ്ത്രീകൾക്ക് എന്താണോ നിയമപരമായ സംരക്ഷണം ആവശ്യമായിട്ടുള്ളത് അത് ഞങ്ങൾ ഉറപ്പു നൽകും. ഇക്കാര്യം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ സഭാ നേതൃത്വത്തെയും അതേപോലെ തന്നെ കന്യാസ്ത്രീകളുടെ കുടുംബാംഗങ്ങളെയും അറിയിച്ചിട്ടുണ്ട്. ഇത് പാലിക്കാൻ BJP പ്രതിജ്ഞാബദ്ധമാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഒറ്റവരി, അതായത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് SNDP സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അപമാനിക്കാനും അവഹേളിക്കാനും വെല്ലുവിളിക്കാനും കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തയ്യാറാകുകയാണ്. VD സതീശനോട് ഞങ്ങൾക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, സാമൂഹ്യനീതി നടപ്പാക്കണം എന്നുള്ളതാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടത്. ഇതിനെതിരായിട്ട് കുതിര കയറുന്ന VD സതീശൻ സമസ്ത പോലുള്ള സംഘടനകൾ സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നത് എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. മാത്രമല്ല, കേരളത്തെയും ഭാരതത്തെയും മതരാഷ്ട്രമാക്കാൻ പരസ്യമായി ആഹ്വാനം ചെയ്ത ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് അവരുടെ ഓഫീസിൽ പോയി രാഷ്ട്രീയ സഖ്യത്തിന് വേണ്ടി ചർച്ച നടത്തിയ VD സതീശന് മതേതരത്വത്തെക്കുറിച്ച് പറയാൻ എന്ത് ധാർമ്മിക അവകാശമുള്ളത്? മതഭീകരവാദികളുമായിട്ട് ചർച്ച നടത്തുക, അവരുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുക, എന്നിട്ടാണ് മതേതരത്വത്തിൻ്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് SNDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരായിട്ട് കുതിര കയറുന്നത്. ഇത് VD സതീശൻ അവസാനിപ്പിക്കുന്നത് നല്ലതാണ്. ഈ
ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ച്, മതഭീകര സംഘടനകളുമായിട്ടുള്ള ചർച്ചയെക്കുറിച്ച് വി.ഡി. സതീശൻ ഒരിക്കൽ കൂടി നിലപാട് വ്യക്തമാക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. അത് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സഭയോടൊപ്പമാണ്, സഭയുടെ വിശ്വാസത്തോടൊപ്പമാണ്. അത് രണ്ടും ഞങ്ങൾ സംരക്ഷിക്കും. ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പുവരുത്താനാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അയച്ചിട്ടുള്ളത്. നാളെ രാവിലെ തന്നെ ശ്രീ അനൂപ് ആന്റണിയും സംഘവും ഛത്തീസ്ഗഡിലെത്തും. ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകും. ഞങ്ങളെ സംബന്ധിച്ച് സഭയോടുള്ള സഭാവിശ്വാസത്തോട് ഉള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഒരു പിതാക്കന്മാരെയും ഈ നീചന്മാരെന്നോ നികൃഷ്ടന്മാരെന്നോ എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സമീപനം അതല്ല. ഞങ്ങളെ സഭയെയും സഭാപിതാക്കന്മാരെയും വിശ്വാസികളെയും ആദരവോടുകൂടി കാണുന്ന സമീപനമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. അതാണ് ഞങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും നികൃഷ്ടന്മാരായിട്ട് ഈ വിഭാഗത്തെ കാണുന്ന നിലപാട് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളതാണ്. ശിവൻകുട്ടി ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നത് നല്ലതാണ്. ഈ ക്രൈസ്തവ ആധ്യാത്മിക ആചാര്യന്മാരെ വിഭാഗത്തെ നികൃഷ്ടന്മാരായി കാണുന്ന സമീപനം മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ഉണ്ടോ എന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് നല്ലതാണ്. അതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ, അവിടെ അറസ്റ്റ് നടന്നിട്ടുണ്ട്. പക്ഷെ അതിന് ചെയ്യാൻ സാധിക്കുന്നത് അവർക്ക് പൂർണ്ണമായും നീതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ആ നീതി ഉറപ്പുവരുത്താനാണ് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകുന്നത്. ഞങ്ങൾ കന്യാസ്ത്രീകളോടൊപ്പമുണ്ട്, സഭയോടൊപ്പമുണ്ട്, സഭാ വിശ്വാസത്തോടൊപ്പമുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇക്കാര്യത്തിൽ ഇത്തരത്തിൽ ഞങ്ങളുടെ സഭയോടൊപ്പമാണ് ഞങ്ങളുള്ളത്, കന്യാസ്ത്രീകളോടൊപ്പം ഞങ്ങളുള്ളത്, സഭയുടെ വിശ്വാസത്തോടൊപ്പമാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഇത്തരം ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ CPM-നെതിരെ നാർക്കോട്ടിക് ജിഹാദ് എന്ന യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ പല പിതാവിനെതിരായിട്ട് കേസെടുത്ത ഒരു സംസ്ഥാനം ഈ കേരളം. CPM ആണ് ഇത് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ഞങ്ങൾ ഭരിക്കുന്ന ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളും BJP ആണ് ഭരിക്കുന്നത്. ഈ എല്ലാ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ വിശ്വാസികളുണ്ട്, ചർച്ചുകളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്. അവിടെയൊന്നും സംഭവിക്കുന്നില്ല. ഇനി എവിടെയെങ്കിലും നടന്നാൽ അതിനോട് ഞങ്ങളുടെ നിലപാടിതാണ്. ഓക്കെ.